ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു വാനില കസ്റ്റേർഡ് ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ സിമ്പിളുമാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പുഡിങ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ പാൽ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഹോം മെയ്ഡ് കസ്റ്റേർഡാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പാലൊന്ന് ഇളം ചൂടായി വരുമ്പോൾ ഒരു കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാലിൻ്റെ മിക്സും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലപോലെ കണ്ടിന്യൂ ആയിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അടി പിടിക്കാതെ ശ്രദ്ധിക്കും വേണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള കസ്റ്റാർഡ് ഇവിടെ ഒന്ന് കുറുകി തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് പുഡിങ് സെറ്റാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൽ നമുക്ക് ഈ ഒരു പാലിലൊന്ന് ടിപ്പ് ചെയ്ത് വെട്ട് വേണം നമുക്ക് പുഡിങ് ഒന്ന് സെറ്റാക്കി വെക്കാൻ. അപ്പോൾ ബ്രെഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ബ്രെഡ് ഇതുപോലെ നടുകെ ഒന്ന് കഷ്ണാക്കിയിട്ട് എടുത്തിട്ട് ഇതുപോലെ ചെയ്തിട്ട് എടുക്കുന്നു കേട്ടോ. അപ്പോൾ പാൽ നല്ലപോലെ മുക്കിയെടുത്തതിന് ശേഷം വേണം നമുക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് ലെയർ വെച്ചെടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള കസ്റ്റേർഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെയും ഞാൻ ഇതുപോലെ ബ്രെഡ് പാലിലൊന്ന് ടിപ്പ് ചെയ്തെടുത്തിട്ട് വീണ്ടും കസ്റ്റേർഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എത്ര ലെയർ വേണോ അതിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2-3 മണിക്കൂർ ഒന്ന് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ ചേർത്തെടുത്താൽ മതി. ഇതിന് പകരം ബൂസ്റ്റ് പൗഡർ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പുഡിംഗ് റെസിപ്പിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അസ്സലാമു അലൈക്കും.